Good evening, sir. Good evening. Good evening. Good evening, sir. Sir, good evening, sir. Good evening, sir. Good evening. Good evening, sir. Good evening, sir. Good evening. Good evening, sir. Good evening, sir. And I report and Uttarakhand. Good evening, sir. സാറേ ഇന്നെന്താ ഈ ടൈമിൽ ക്ലാസ്? അതല്ല അത് ഓക്കെ. Hello. Good evening. ഗുഡ് ഈവനിങ്. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തോ. എല്ലാരും മ്യൂട്ട് ചെയ്യോ. ആർക്കും ഉണ്ടാവില്ല. അല്ലേ? അപ്പൊ മക്കളെ ശ്രദ്ധിക്കാം. അപ്പോ മക്കളെ ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കട്ടോ. ഓക്കെ, ഇപ്പൊ ഒഴിവാക്കി തരാം കേട്ടോ. സാറേ എനിക്ക് വരുന്നുണ്ട്. ഇപ്പല്ലോ? ഇല്ല. ഇല്ല. ഓക്കെ. ഇല്ല. ഇല്ല ഓക്കെ. സാർ. അപ്പൊ മക്കളെ ശ്രദ്ധിക്കാം. ഞാൻ ഒരു ഗ്രൂപ്പില് ഒരു ഇത് ഇട്ടിട്ടുണ്ട്, PDF ഇട്ടിട്ടുണ്ട്. അപ്പോ നോക്കാം. നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് എന്താണ് റേഷ്യോ അതുമായി ബന്ധപ്പെട്ട് അഥവാ അംശബന്ധവുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്.
അപ്പൊ നോക്കാം, അതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷീറ്റിന്റെ ചെറിയൊരു കാര്യമാണ് ഇപ്പൊ എന്താണ് ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുള്ളത്. അതില് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്ന് നോക്കാം. സാറോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. PDF ഓപ്പൺ ചെയ്യാൻ പറ്റണില്ല. കഴിയുന്നുണ്ട് സാർ. പറ്റാത്തവർക്ക് ഞാൻ ഒന്നും കൂടി ഇട്ടുതരാം, ഒരു കുഴപ്പമില്ല കേട്ടോ. പറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇമേജ് ആക്കി ഇട്ടുതരാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഞാനത് ഇമേജ് ആക്കിയിട്ടുണ്ട് കേട്ടോ, ഒന്ന് നോക്കിയ എല്ലാവരും. അപ്പൊ നോക്കാം, അതില് നമ്മള് ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതായത് 46:18 46:18 ഈക്വൽ ടു 69:x. 69:x. 46:18 ഈക്വൽ ടു 69:x. ഇതാണ് പിന്നെ ഒരു ക്വസ്റ്റ്യനും ആയാല്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എന്ത് എന്നാണ് ചോദിച്ചത്. എക്സിന്റെ വില എന്ത്? എക്സിന്റെ വില എന്ത്? അപ്പോ എങ്ങനെയാണ് നമ്മളിവിടെ എക്സിന്റെ വില കണ്ടെത്തുക? നമ്മള് ഈ അംശബന്ധത്തിനെ നമ്മൾ എങ്ങനെ എഴുതാന്നറിയോ? ഈ അംശബന്ധത്തിനെ ഈ ആദ്യത്തെ 46:18 എന്നതിനെ 46/18 എന്ന് എഴുതാം. എന്ത് എഴുതാം? 46/18 ഈക്വൽ ടു 46/18 ഈക്വൽ ടു 69/x എന്ന് എഴുതാം. 69/x എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാന് 5:x ഈക്വൽ ടു 9:15 എന്നാണെങ്കിൽ ഞാൻ ഇതിനെ എങ്ങനെയാണ് എഴുതുക? 5/x is equal to 5/x ഈക്വൽ ടു 9/15 എന്നല്ല എഴുതാം. 5/x is equal to 9/15 എന്നല്ല എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതാണെങ്കിൽ നമുക്ക് ഈ 46/18 ഈക്വൽ ടു 69/x എന്നതിനെ ഈ എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് മുകളിലോട്ട് കൊണ്ടുപോകാം, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. അല്ലെ നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഇത് വരും 46 ഗുണിക്കണം എക്സ് എന്നായി. 46 ഗുണിക്കണം എക്സ്. 46 ഗുണിക്കണം എക്സ് ഈക്വൽ ടു 69 ഇൻറ്റു 18 എന്ന് വരിക. എന്താ വരിക? 69 ഇൻറ്റു 18. ഓക്കെ, ഇതില് ഇനി നമ്മളെങ്ങനെ എക്സിന്റെ വില കാണുക? അപ്പൊ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 69 ഗുണം 18 എന്ന് വരും. 69 ഗുണം 18. അപ്പൊ 69 ഗുണം 18 ഡിവൈഡഡ് ബൈ എന്ത് വരും? 69 ഗുണം 18 ഡിവൈഡഡ് ബൈ എന്ത് വരും? 46 എന്ന് വരും. അതിന്റെ ആൻസർ കാണല്ലേ വേണ്ടത്? ഇനി അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ആൻസർ ഒന്ന് കാണോ നിങ്ങള്? ശരി സാർ, അത് നോട്ട് അയച്ചു തരുമോ? ഇപ്പൊ തന്നെ എഴുതിയെടുക്കണോ? നോട്ട് അയച്ചു തരാം കേട്ടോ. ഇപ്പൊ എഴുതിയെടുത്തോളൂ, കൂട്ടത്തിൽ എഴുതിയാലേ മാക്സ് നമുക്ക് ഓർമ്മ കിട്ടുള്ളൂ കേട്ടോ. സാർ ഒന്നുകൂടി പറഞ്ഞുതരൂ. സാർ ഒന്നുകൂടി പറഞ്ഞുതരോ? ഓ, അതിനെന്താ സംശയം മക്കളെ? B 27 B 27 പറഞ്ഞു തരാൻ വേണ്ടി വായിച്ചതാട്ടോ, ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, 46:18 46:18 ഈക്വൽ ടു 69:x എന്നാണ്. ഇതിൽ നമ്മൾ എക്സിന്റെ വില കണ്ടെത്താൻ വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ അംശബന്ധത്തിനെ അല്ലെങ്കിൽ ഈ റേഷ്യോനെ ഒരു ഫ്രാക്ഷൻ ആക്കി മാറ്റാണ്, ഭിന്നസംഖ്യ ആക്കി മാറ്റാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ വരിക? 46/18 എന്നാണ് വരിക. എന്താ വരിക? 46/18 ഈക്വൽ ടു
69/x എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാൻ എല്ലാവർക്കും കഴിയൂലേ? ഇങ്ങനെ എല്ലാം എഴുതാൻ കഴിയൂലേ? ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ എക്സിനെ ഇവിടെ ഡിനോമിനേറ്ററിലാണ് അല്ലെങ്കിൽ ഛേദത്തിലാണ് ആര് കിടക്കുന്നത്? എക്സ് കിടക്കുന്നത് അല്ലേ? ഡിനോമിനേറ്ററിലെ ഛേദത്തിലല്ലേ എക്സ് കിടക്കുന്നത്? എക്സിന് ഞാൻ ഈ സമത്തിന്റെ ഈ ലെഫ്റ്റ് സൈഡിലോട്ട്, അതായത് മുകളിലോട്ട് കൊണ്ടുപോവുകയാണ്, അതായത് ന്യൂമറേറ്ററിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇവിടെ ഹരിക്കണം എന്നുള്ളത് അവിടെ പോകുമ്പോ എന്തായിട്ട് മാറും? ഗുണനം എന്നായിട്ട് മാറൂലേ? അപ്പൊ എന്ത് വരും? പിന്നെ 46 ഗുണിക്കണം ഇൻറ്റു എക്സ് എന്നാവും. ഓക്കെ ആണോ? ഇനി ഓൾറെഡി ഈ റൈറ്റ് സൈഡിൽ ഒരു 69 ഇല്ലേ? 69 ഗുണിക്കണം, അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡില് 46ന്റെ താഴത്തിലെ ഡിനോമിനേറ്ററായി കിടക്കുന്ന ഛേദത്തിൽ കിടക്കുന്ന 18 ഉണ്ട്. ആ 18 റൈറ്റ് സൈഡില് 69ന്റെ കൂടെ അടുത്തേക്ക് പോകുമ്പോ ഹരണം എന്നുള്ളത് മാറും, ഗുണനം എന്നായിട്ട് മാറും. അപ്പൊ 69 ഗുണം 18 എന്നാവൂലേ? ക്രോസ് ആയിട്ട് ആ ഓക്കെ. അപ്പൊ എന്ത് വരും? അടുത്തത് എക്സിന്റെ വിലയല്ലേ കണ്ടത്? അപ്പൊ എന്ത് ചെയ്യാ? എക്സിനെ മാത്രം അവിടെ നിർത്തുക. അപ്പൊ 69 ഗുണം 18 അവിടെ ഉണ്ട്. അതിന് താഴോട്ട് ഇവിടെ 46 ഗുണിക്കണം എന്നാണ്. അപ്പൊ എന്ത് ചെയ്യും? അവിടെ എത്തുമ്പോ എന്തായിട്ട് മാറും? അത് ഹരണമായിട്ട് മാറൂലേ? ഡിവിഷൻ ആയിട്ട് മാറൂലേ? അപ്പൊ 69 ഗുണിക്കണം 18 ഡിവൈഡഡ് ബൈ 46 എന്ന് വരും. ഡിവൈഡഡ് ബൈ 46 എന്ന് വരും. ഓക്കെ സാർ, ഇത് ക്രോസ് ആയിട്ടാണ്. അതെ അതെ, നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അതേപോലെയാണ് വരിക കേട്ടോ. സമത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആണെങ്കിലും കേട്ടോ. ആൻസർ 27 അല്ലേ? ആൻസർ 27. സാർ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ച വേഗം കണ്ടു. ആൻസർ എന്താണ്? പിന്നെ ഒന്ന് നമുക്ക് 46നെ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ല സോറി, കട്ട് ചെയ്യാം. അപ്പൊ തരും 46ഉം 18ഉം കട്ട് ചെയ്ത് എന്ത് വരും? ഇവിടെ 9 വരും, ഇവിടെ എന്ത് വരും? 23 വരും. ഓക്കെ, അതായത് 18ല് 2 എന്ന് പറയുന്നത് 9 എണ്ണം ഉണ്ട്. 46ല് 2 എന്ന് പറയുന്നത് 23 എണ്ണാണ് ഉള്ളത്. ഓക്കെ, ഇനിയും കട്ട് ചെയ്യാം. ഇനിയിപ്പോ കിടക്കുന്നത് എന്താണ്? 69 ഗുണം 9 ഡിവൈഡഡ് ബൈ 23 എന്നാണ്. 69/23, അതായത് 69ഉം 23ഉം കട്ട് ചെയ്താല് 69ല് 3 23 ഉണ്ട്. അപ്പൊ എന്ത് വരും? 3 ഗുണം 9 എന്ന് വരും. അപ്പൊ എത്ര വരും? 27. ആ കഴിഞ്ഞ റേഷ്യോന്റെ ക്ലാസ് നമ്മള്, അതായത് ഫസ്റ്റ് ക്ലാസ്സിലെ റേഷ്യോന്റെ ആ അതിന്റെ ബാക്കിയല്ലേ ഇത്? അതായത് ഞാൻ എക്സ്ട്രാ ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടത് കേട്ടോ. അതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് കേട്ടോ. ശരി, അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ശരി, നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ പെട്ടെന്ന് കേട്ടോ. പോയിന്റ് 6 മീറ്റർ നീളമുള്ള ഒരു കമ്പി 5:1 നിമിഷത്തിൽ ഭാഗത്തായി പന്ത്രണ്ട് പോയിന്റ് 6 മീറ്റർ നീളമുള്ള ഒരു കമ്പിയെ 5:1 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ വലിയ
ഹലോ ഞാനിവിടെ ഉണ്ടടാ. ആ സാർ അതൊന്ന് കാണിക്കോ? മനസ്സിലാവുന്നില്ല. ഹലോ. സാറേ ഇതേപോലെ തന്നെയാണ് ചെയ്യുക? ആ സാറേ ഒന്ന് ചെയ്ത് ഇതേപോലെ നോക്കിയും. തന്നെയാണ് ചെയ്യുക? എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യന്? സാറേ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞുതരാമോ? അതെ രണ്ടാമത്തെ ക്വസ്റ്റ്യനെ പറയാൻ പോണു കേട്ടോ. സാറേ ആ ഞങ്ങള് ആദ്യത്തെ നോക്കാം. ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കട്ടെ, ലാസ്റ്റ് സംസാരിച്ചേ. 12.6 മീറ്റർ നീളമുള്ള ഒരു കമ്പിയെ എന്താ ഒരു കമ്പി ഒരു അല്ലെങ്കിൽ ഒരു ലോങ് റോഡ് ഓക്കെ, ഒരു ലോങ് റോഡ് ഇതിനെ ഡിവൈഡ് ഇൻറ്റു 5:1 എന്ന റേഷ്യോയിൽ എന്ത് ചെയ്യാണ് ഇതിനെ കട്ട് ചെയ്യാണ്. 5:1 എന്ന റേഷ്യോയിൽ എന്ത് ചെയ്യാണ് കട്ട് ചെയ്യാണ്. ഓക്കെ, 5:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്താൽ വലിയ കഷണത്തിന്റെ അഥവാ എന്താണ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ലാർജ് പീസ് ലാർജ് പീസ്. ഓക്കെ, അതായത് ഒരു കമ്പിയെ എന്താണ് ഇരുമ്പിന്റെ കമ്പിയാണ്. ആ കമ്പി 12.6 മീറ്റർ നീളമുണ്ട്. 12.6 മീറ്റർ നീളമുണ്ട്. അപ്പൊ 12.6 മീറ്റർ നീളമാണെങ്കിൽ അപ്പൊ എന്താണ് അതിനെ 5:1 എന്ന റേഷ്യോയിൽ എന്ത് നമ്മൾ കട്ട് ചെയ്യണം. 5:1 എന്ന റേഷ്യോയിൽ എന്ത് ചെയ്യണം കട്ട് ചെയ്യണം. അപ്പൊ 5:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ ഒരു വലിയ പീസും ഒരു ചെറിയ പീസും അല്ലേ ഉണ്ടാവുക. ഓക്കെ, ഒരു വലിയ പീസും ഒരു ചെറിയ പീസും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ആ വലിയ പീസും ചെറിയ പീസും ഉണ്ടാവുമ്പോ അതിൽ വലിയ പീസിന്റെ ലെങ്ത് എത്ര എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നോക്കാം. ഇതിൽ ഈ 12.6 ആണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. ഇതിൽ എന്താണ് 12.6 ടോട്ടലി 12.6 ആണ് ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാല് ഇവിടെ അതായത് ടോട്ടൽ എത്ര പീസാണ്, അതായത് 5:1 എന്നാകുമ്പോ 5+1 അപ്പൊ ടോട്ടൽ എത്രയാണ് 6 പീസ് അല്ലേ. ഓക്കെ ആണോ? ടോട്ടൽ എത്ര 6 പീസ്. ഓക്കെ ആണല്ലോ? അതില് ഒരു ഭാഗം ഇവിടെയും 5 ഭാഗം ഇവിടെയല്ലേ ഉള്ളത്. എങ്ങനെ 5+1 വരുന്നത് എങ്ങനെയാ? 5:1 എന്നതിനെ 5+1 എന്നാക്കുക. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴല്ലേ അങ്ങനെയൊക്കെ ഉണ്ട്. അതെ, 5:1 പറയുമ്പോ 5+1 എത്ര ആ ടോട്ടൽ. അപ്പൊ 6 പീസില് അതായത് 6 ഭാഗത്തില് ഒരു ഭാഗം ചെറുത്. ഓക്കെ അല്ലേ? ഒരു ഭാഗം ചെറുത്. അപ്പൊ 1/6 വരുമ്പോ ഭാഗം. അവിടെ കൂട്ടലാണ് ചെയ്യാ. അതെ കേട്ടോ. അപ്പൊ 1/6 ഭാഗം. 1/6 ഭാഗം എന്തിന്റെ 1/6 ഭാഗം? അതായത് 12.6 ആണ് ടോട്ടൽ ലെങ്ത്. അതിന്റെ 1/6 ഭാഗം. ഓക്കെ, അതിന്റെ 1/6 പാർട്ട്. ഓക്കെ, ഓക്കെ ആണോ? 12.6ന്റെ 1/6 ഭാഗം. ഓക്കെ ആണോ? മനസ്സിലായില്ല, ഒന്നുകൂടി പറയോ? അതെ, ഈ 1/6 എടുത്ത് മനസ്സിലായോ? ഇല്ലേ സാറേ. 1/6 എടുത്ത് മനസ്സിലായോ? ഇല്ലേ സാറേ, ഒന്നും കൂടി പറയോ? 6 കിട്ടിയത് മനസ്സിലായോ? 5+1 6 അതില് നമ്മൾ എന്താണ് ഒരു ഭാഗം 5ഉം ഒരു ഭാഗം 1 അല്ലേ ഉള്ളത്. അതിൽ ആ 1നെ നമ്മൾ എടുത്തത്. ഓക്കെ, ഒന്നല്ലേ ചെറുത്. അപ്പൊ 12.6 ഇൻറ്റു 1/6 അപ്പൊ എത്ര വരിക? 12.6 ഇൻറ്റു 1/6 പറയുമ്പോ 2.1 എന്ന് വരും. എത്ര വരും? 2.1
1. ഇത് ചെറിയ ഭാഗല്ലേ, അപ്പൊ വലിയ ഭാഗം നമ്മൾ എങ്ങനെ കാണുക? വലിയ ഭാഗം എന്ന് പറഞ്ഞാൽ 5 ഭാഗല്ലേ, 5/6 അല്ലേ? അല്ലേ, വലുത് 5 അല്ലേ? 1 5 വലുത്? എനിക്ക് 5 എന്റെ നാട്ടിലൊക്കെ 5. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ എനിക്ക് അറിയില്ല കേട്ടോ. സാറേ 2.1 എങ്ങനെ കിട്ടി? 12.6 ഹരിക്കണം 6, അതായത് 126 ഹരിക്കണം 6. 126 ഹരിക്കണം 6 എത്രയാണ്? 12 എത്ര 6 ഉണ്ട്? 2. 2 6 12. എന്താ ബാക്കി 6നെ അറക്കിയത്? 6 എത്ര 6 ഉണ്ട്? 1. അപ്പൊ ഉത്തരം എത്ര കിട്ടിയത്? 21 അല്ലേ കിട്ടിയത്? നമ്മളെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു പോയിന്റ് അല്ലേ, അപ്പൊ എന്ത് ചെയ്യും? ആ ഉത്തരം നമ്മൾ എന്താണ് ഉത്തരത്തിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ ഉത്തരം എന്ത് കിട്ടും? 2.11 കിട്ടും. ഓക്കെ. ഓക്കെ. അപ്പൊ 5/6 5/6 ഭാഗം എന്ന് പറയുമ്പോൾ തരും 5/6 ഇൻറ്റു 12.6. ഓക്കെ. 20. അപ്പൊ തരും 5 ഗുണം, അതായത് നേരത്തെ നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ട്. 12.6 ഹരിക്കണം 6 എത്ര? 2.1 അല്ലേ? അപ്പൊ എത്ര വരും? 5 ഇൻറ്റു 2.1 പറയുമ്പോ 10.5. 10.5. 10.5. എങ്ങനെ കിട്ടി? ആ ഭാഗം ഒന്നുകൂടി കാണിക്കും. ഇപ്പൊ കാണിച്ചത് ഏത്? ഇപ്പൊ 5/6 ഇൻറ്റു 12.6 ചെയ്തില്ലേ അവിടുന്ന് തൊട്ട്. ഇത് നേരെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ഇവിടെ 5 ഗുണം എന്നാക്കി, എന്നിട്ട് 12.6 ഡിവൈഡഡ് ബൈ 6 ആക്കി. 12.6 ഡിവൈഡഡ് ബൈ 6 തൊട്ട് മുകളിൽ ഇവിടെ നമ്മൾ കണ്ടില്ലേ, അത് എത്രയാ? 2.1 അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ 12.6 ഡിവൈഡ് ബൈ 6ന് പകരം ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? 2.1 കൊടുത്തു. സാറേ ആ 2.1 എങ്ങനെ കിട്ടിയേ? ഹരിച്ചപ്പോ 12.6ന് 6 കൊണ്ട് ഹരിച്ചപ്പോ 2.1 കിട്ടി. സാറേ ഇത് തുടക്കം മുതൽ ഒന്നും കൂടി പറഞ്ഞുതരുമോ? 5/6 ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 5 ഇൻറ്റു 12.6 അല്ലേ? 5 ഇൻറ്റു 12.6 രണ്ട് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, 2 രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. സാറേ ഇത് നേരിട്ടിട്ട് 12.6. സാറേ, നേരിട്ട് 5 ഇൻറ്റു 12.6 ഓൾറെഡി നമ്മള് ഹരിച്ചത് എങ്ങനെ അതില് ഗുണിക്കണം എന്നല്ല എഴുതിണ്ടായിരുന്നത്. ആ അത് ഗുണിച്ചിട്ടാണ് 6 കൊണ്ട് ഹരിക്കണ്ടേ? നേരെ എങ്ങനെ ചെയ്യാ? ഇനിയിപ്പേ 5 ഗുണം 12.6 കണ്ടിട്ട് 6 കൊണ്ട് ഹരിക്കുമ്പോ ശരിക്കും എന്താ, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഓൾറെഡി നമ്മൾ തൊട്ട് മുകളില് എന്ത് കണ്ടു വെച്ചിട്ടുണ്ട്? 12.6 എന്താ ഹരിക്കണം 6 കണ്ട് ഉത്തരം നമുക്ക് 2.1 കിട്ടിയതാണ്. അപ്പൊ എന്ത് ചെയ്യാ? ആ വാല്യൂ നമുക്ക് ഇവിടെ കൊടുത്താൽ പോരെ. ഇതിന് പകരം എന്ത് എളുപ്പമാണ്, വെറുതെ അവിടെ കിട്ടുന്ന വാല്യൂ നമ്മൾ വെറുതെ കളയണോ? അത് എടുത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ എന്താണ് പിന്നെ എന്ത് ബാക്കിയുള്ളൂ? 5 ഇൻറ്റു 2.1 മാത്രമേ ബാക്കിയുള്ളൂ. മനസ്സിലായോ? ഇതൊന്നും കൂടി പറഞ്ഞു. അതെന്നിട്ട് ഗുണിക്കലാണ്. പക്ഷേ 5/6 അപ്പൊ 5 ഗുണം ഇപ്പൊ നോക്കുക, അതായത് 5 ഗുണം ആദ്യം മുതലൊന്ന് പറഞ്ഞുതരുമോ? 5 ഗുണം 12.6 പറയുന്നത് 63 ഇത് എന്ന് പറയുന്നത് 63 63/6 എന്നാണ്. 63/6 എത്ര വരിക? 10.5. 10.5. സാറേ 5/6 മുതൽ ആദ്യം തൊട്ടൊന്ന് പറഞ്ഞു. എഴുതാനാ സമയം ഒന്ന് എഴുതിയെടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. എല്ലാവരും ഒന്ന് എഴുതിയെടുത്തേ. സാറേ എന്റെ ആൻസർ അതാ വരിക? 10.5. അല്ല അപ്പൊ ഓപ്ഷനിൽ അത് 10.52 എന്നുണ്ടല്ലോ.
ആൻസറില് ഓപ്ഷൻസിൽ 5 2 എന്നുണ്ട്. ആ ചെറിയ പ്രിന്റ് മിസ്റ്റേക്ക് ആവും കേട്ടോ. ഓക്കെ. ഓക്കെ, ഞാൻ പറയാം, പെട്ടെന്ന് നോക്കിക്കോളൂ. അതായത് 12.6 മീറ്റർ നീളമുള്ള ഒരു കമ്പി 5:1 അംശബന്ധത്തിൽ ഭാഗിച്ചാല് 5:1 അംശബന്ധത്തിൽ ഭാഗിച്ചാല് അപ്പൊ എന്താണ് ഈ കമ്പിയുടെ നീളം എന്ന് പറയുന്നത് 12.6 മീറ്റർ ആണ്. അതിനെ ഭാഗിക്കേണ്ടത് 5:1 എന്ന റേഷ്യോയിലാണ്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോ 5:1 എന്ന് പറയുമ്പോ എന്താ വരിക? 5+1 എന്ന് എടുക്കുക. നമ്മള് എത്ര എടുക്കുക? 5+1 എന്ന് എടുക്കുക. ഓക്കെ, 5+1 എന്ന് എടുക്കുക. 5+1 എത്രയാണ്? 6 ഭാഗം. ഇപ്പൊ ടോട്ടൽ എത്ര ഭാഗമാണ്? 6 ഭാഗമാണ്. അതില് ഒന്ന് ചെറുത് എന്ന് പറയുന്നത് സ്മോള്, ചെറുത് അല്ലെങ്കിൽ സ്മോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ്. ഇനി വലുത് എന്ന് പറയുന്നത്, വലുത് അല്ലെങ്കിൽ ലാർജ് എന്ന് പറയുന്നത് 5 ഭാഗമാണ്. അങ്ങനെ തന്നെയല്ലേ വരിക? 5 അല്ലേ വലുത്? അപ്പൊ തരും. അപ്പൊ ചെറിയ ഭാഗത്തിന്റെ നീളം എത്ര ഉണ്ട് നമ്മൾ നോക്കുകയാണ്. അപ്പൊ ചെറിയ ഭാഗത്തിന്റെ നീളം എത്ര ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ടോട്ടല് 6 ഭാഗമുണ്ട്. അതിൽ ഒരു ഭാഗമല്ലേ ചെറുത്? അത് ഏതിന്റെ? 12.6ന്റെ 12.6ന്റെ. ഇത്രയും ക്ലിയർ ആണോ? ഈക്വൽ ടു അപ്പൊ 1 × 12.6 എന്ന് പറഞ്ഞാൽ 12.6 അല്ലേ? ഒന്നുകൂടി പറയൂ. സാറ് സ്റ്റെക്കാവുണ്ട്. സാറെ ചെക്കാവും. അതിലിപ്പോ ഞാനും വലുത് എന്ന് പറയുമ്പോ 5.6 അല്ലേ? അല്ല, 5/6 അല്ലേ വരിക? 5/6 എന്തൊരു 12.6 അല്ലേ? ഈക്വൽ ടു 5 × 12.6 എത്ര? 63 അല്ലേ? 63 ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? 10.5. ഇതല്ലേ അതിൽ ലാർജ് അല്ലെങ്കിൽ പിന്നെ വലുത്? ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ സാറേ, ഈ 12.6 × 5 ചെയ്യാ. 12.6 × 5 ചെയ്യാം. അല്ലെങ്കിൽ 12 ഇതെങ്ങനെ ചെയ്യാന്നറിയോ? ഇപ്പൊ 5 × 12.6 ഡിവൈഡഡ് ബൈ 6 എന്ന് ചെയ്യാം. നമുക്ക് ആദ്യം വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ചതുരത്തിലിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഈക്വൽ ടു 5 × 12.6/6 എന്ന് പറയുന്നത് 2.1 ആണ്. അത് ചെയ്തിട്ട് ഇവിടെ 5 കൊണ്ട് ഗുണിച്ചാലും മതി. അപ്പോഴായാലും നമുക്ക് കിട്ടുക ആൻസർ എന്താ വരിക? 10.5 ആൻസർ വരിക. അങ്ങനെ ചെയ്യാൻ പറ്റുമേ? ഓ, എങ്ങനെ ചെയ്താലും പറ്റും കേട്ടോ. അപ്പൊ സാറ് എങ്ങനത്തെ ഫ്രാക്ഷൻ ആയാലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി തൊട്ടടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതേപോലെ തന്നെയാണ്. അതിലൊന്ന് വേഗം ചെയ്ത് നോക്കൂ. മൂന്നാമത്തല്ലേ സാറേ? 63 രൂപക്ക് 150 നാരങ്ങ വാങ്ങാം. ഈ 5 രൂപക്ക് എത്ര നാരങ്ങ വാങ്ങാം? സാർ ആൻസർ 250 ആണോ? നോക്കട്ടെ നമുക്ക്. മീഡിയം മലയാളം മീഡിയം രണ്ടും വിട്ടിട്ടുണ്ട്. 2 മീഡിയത്തിലും വിട്ടിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ.
cost of 63 lemons is 150 rupees. How many lemons can both for 1005 rupees? എത്ര നേരം വാങ്ങാം? അത് സാർ മ്യൂട്ട് ചെയ്യാൻ പറയൂ. സാർ ഇതേപോലെ തന്നെ ചെയ്യല്. ആ ഇവര് ഈ ചോദ്യം വായിക്കുമ്പോഴും അൺമ്യൂട്ട് ആക്കുമ്പോ ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നുണ്ട്. ഒന്ന് എല്ലാരും മ്യൂട്ട് ചെയ്തേ കേട്ടോ. സർ തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യുക. ആ ഡിസ്കസ് ചെയ്യാം, ഞാൻ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടേ പോകുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കട്ടോ. അപ്പൊ 63 രൂപക്ക് 63 റുപ്പീസ് കോസ്റ്റ് ഓഫ് 63 അല്ലെ. 63 രൂപക്ക് 63 രൂപക്ക് ആണോ? 63 രൂപക്ക് 150 നാരങ്ങ വാങ്ങാം. അതായത് കോസ്റ്റ് 63ക്ക് 150 ലെമൺ. 150 ലെമൺ. തല തിരിഞ്ഞുപോയി. തല തിരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. 150 rupees na. 63 രൂപക്ക് കോസ്റ്റ് ഓഫ് 63 ലെമൺസ്. ആ സോറി, അത് ഇങ്ങനെ ആക്കാം കേട്ടോ. അത് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതായത് 63 ലെമൺ കോസ്റ്റ് ഈസ് എന്താണ് 63 ആക്കാം കേട്ടോ. ഓക്കെ, 63 ലെമൺസ് കോസ്റ്റ് ഈസ് 150 ആക്കാം കേട്ടോ. അപ്പൊ ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ സാർ. ഓക്കെ, അപ്പം 63 രൂപക്ക് 150 നാരങ്ങ. 63 രൂപക്ക് 150. അപ്പൊ എന്താണ് 63 രൂപക്ക്? അപ്പൊ എന്താ വരിക? നമ്മള് ഇതിനെ എഴുതുക 63/150 എന്നാണ് എഴുതുക. ഓക്കെ, ഈക്വൽ ടു. ഇനി അപ്പുറത്ത് എത്ര രൂപയാണ്? 63 പകരം നമ്മൾ എത്ര രൂപയാണ് എടുത്തത്? 105 രൂപയല്ലേ? അല്ലേ? 105 അല്ലേ? 105 അല്ലേ? ഓക്കെ, 63 രൂപക്ക് 150 നാരങ്ങ. ഇനി 105 രൂപക്ക് എത്ര എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ എഴുതിയത് കണ്ടങ്ങള്, അതിന് ചുരുക്കി എഴുതിയത് 63/150 ഈക്വൽ ടു 105/? ഓക്കെ, അവിടെ വേണമെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ എന്ത് കൊടുക്കാം? എക്സ് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് നല്ല എന്താണ് എൻ എന്ന് കൊടുക്കാം. എൻ എന്ന നല്ല അക്ഷരാണ്. അറിയില്ല നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എൻ നല്ല അക്ഷരമായി മാറിയത്? നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട്. നാച്ചുറൽ നമ്പർ ആയതുകൊണ്ടല്ല. അതായത് നംഷിദ് എന്നൊരു പേരുണ്ട്, നല്ല അടിപൊളി പേരാ. അതിൽ തുടങ്ങുന്നത് എന്നാണ്. അതുകൊണ്ട് എന്താണ് ഏറ്റവും നല്ല അക്ഷരമാണത്. ഏറ്റവും നല്ല അക്ഷരം ഏതാണ്? ആ, നമ്മുടെ അക്ഷരമാല ഏറ്റവും നല്ല അക്ഷരം എന്നാണ്. ആ എന്നൊക്കെ ഇപ്പൊ എന്താവും? എന്നൊക്കെ എന്താ മനസ്സിലാഗ്രഹിക്കുന്നുണ്ട്? പടച്ചവനെ, എന്താണ് എന്നെ ഇത്ര നല്ല ഒരു ഭാഗ്യം ചെയ്ത ഒരാൾക്കാണല്ലോ കിട്ടിയത് എന്നൊക്കെ. എനിക്കും എന്നാ ആ, എന്റെ പേര് എന്നാ. അപ്പൊ ഓക്കെ, അപ്പൊ ഇത്ര കിട്ടിയാൽ ബാക്കി നമുക്ക് ചെയ്യാൻ അറിയില്ലേ? 63 ഗുണിക്കണം എന്താ എഴുതാ? എൻ എന്നല്ല എഴുതാ? ഈക്വൽ ടു 105 ഗുണിക്കണം 150 എന്നല്ല എഴുതാ? അപ്പൊ എന്നിന്റെ നംഷിദ് എന്നിന്റെ വലിയ എത്ര വരിക? സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. ഡിവൈഡഡ് ബൈ 63. ഓക്കെ ആണോടാ?
അപ്പൊ 63 ഗുണം n ഈക്വൽ ടു 150 അല്ല 150 into 105, അതായത് 105 ഗുണിക്കണം 150, 105 ഗുണിക്കണം 150. അപ്പൊ എന്താ n ഈക്വൽ എന്താ വരിക? 105 into 105 into 150 ഡിവൈഡഡ് ബൈ 63. 105 ഗുണിക്കണം 150 ഡിവൈഡഡ് ബൈ 63. സർ വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ആണ്. ഓക്കെ, അപ്പൊ ആൻസർ എത്ര വരും? 250. സർ വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഒന്നും കൂടെ പറയൂ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ആക്കിയാൽ മതി കേട്ടോ. ഞാൻ മ്യൂട്ട് ചെയ്യാം. സാറേ 250. 250 ആണ്. സാറേ 250 ആണ് സർ. എത്ര വരിക? 250 അഥവാ 250. ഒരു വട്ടം കൂടി പറയുന്നോ? കിട്ടി സർ. ഓ, അതിനെന്താ മക്കളെ? സാർ ഒന്നും കൂടെ പറയാൻ മനസ്സിലായില്ല. 63 രൂപക്ക് 150 നാരങ്ങ, അതൊക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? 63 63 ഡിവൈഡഡ് ബൈ 150 എന്ന് എഴുതി. ഓക്കെ, ഈക്വൽ ടു 63 രൂപക്ക് ഇവിടെ ഇതിന്റെ പ്രൈസ് വാല്യൂ ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ, അംശത്തിലാണോ ഛേദത്തിലാണോ? ഏയ് 63 രൂപ അംശത്തിലല്ലേ കിടക്കുന്നത്, ന്യൂമറേറ്ററിലല്ലേ? അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ രണ്ടാമത് 105 രൂപക്ക് എന്നല്ലേ ചോദിച്ചത്. അപ്പൊ അതിന്റെ സ്ഥാനത്ത് ആര് വരണം? ആ പൈസയുടെ അതേ സ്ഥാനത്ത് അംശത്തിൽ ആര് വരണം? ആ 105 വരണം. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഛേദത്തിലുള്ള എന്താണ്? അളവല്ലേ, എണ്ണല്ലേ വേണ്ടത്? അപ്പൊ എന്താണ്? അത് നമുക്ക് അറിയില്ലല്ലോ. അത് നമ്മൾ എന്താക്കി എടുത്തു? എന്നാക്കി എടുത്തു. ഓക്കെ, എന്നാക്കി എടുത്തോ? അപ്പൊ എന്ത് ചെയ്തു? ഇതിന്റെ എന്നിന്റെ വാല്യൂ കാണല്ലേ വേണ്ടത്. എന്നിന്റെ വില എത്രയാണ് നമ്മൾ കാണണ്ടേ? അപ്പൊ 63 ഗുണിക്കണം n എന്നല്ലേ? 63 ഗുണിക്കണം n ഈക്വൽ ടു 105 ഗുണിക്കണം 150 എന്നല്ലേ? 105 ഗുണിക്കണം 150 എന്നല്ലേ? നമ്മള് നിർബന്ധമില്ലല്ലോ. ഇല്ല, ഇഷ്ടമുള്ള അക്ഷരം ലെറ്റർ കൊടുക്കാട്ടോ. അനക്ക് ഞാൻ n കൊടുത്ത പറ്റിയിട്ടില്ലല്ലേ? അനക്ക് അസൂയാണ്. അപ്പൊ എന്താണ്? 63 ഗുണം n ഈക്വൽ ടു 105 ഗുണിക്കണം 150. അപ്പൊ n ഈക്വൽ ടു എന്ത് വരും? 105 ഗുണിക്കണം 150 ഡിവൈഡഡ് ബൈ n എന്ന് വരൂലേ? സോറി, പിന്നെ 63 വരൂലേ? സോറി, 63 കേട്ടോ. എത്ര വരും? 63 എന്ന് വരൂലേ? അപ്പൊ ഈക്വൽ ടു ഉത്തരം 250 അല്ലേ? അപ്പൊ എത്ര വരും ഉത്തരം? 250. അപ്പൊ സാറേ എങ്ങനെ 250 കിട്ടണപ്പോ ചോദിക്കും. എന്ത് ചെയ്യാന്നറിയോ? ഈ 150 എന്ത് ചെയ്യാ? 63 വെട്ടുക. 150 എത്ര? 150 എത്ര 3 ഉണ്ട്? 53 അല്ലേ?
അപ്പൊ എന്താണ് 105 ഇൻറ്റു 50 എന്നായി. ഇവിടെ എന്ത് ചെയ്യാൻ 50 നാക്കി. 63 എത്ര 3 ഉണ്ട് 21 അല്ലേ? അപ്പൊ ഡിവൈഡഡ് ബൈ 21 നാക്കി. ഓക്കെ. ഇനി മാഷി എങ്ങനെ 3 എടുക്കണേ? 3 അതായത് 150 എന്താണ് 3ന്റെ ഗുണിതാണ്, 63 3ന്റെ ഗുണിതാണ്. രണ്ടും ഒരേ സംഖ്യയുടെ ഗുണിതമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വെട്ടി ചെറുതാക്കാം. അപ്പൊ 105 പോവാത്തതുകൊണ്ടല്ലേ 105 വേണമെങ്കിൽ എടുക്കാം. 105 3ന്റെ ഗുണിതാണ്, അതും വേണമെങ്കിൽ എടുക്കാം. സാറേ ഇനി പോവാത്തോണ്ടല്ലേ 3. എങ്ങനെ? ഇനി 105 21 എടുക്കാൻ പറ്റൂല അങ്ങനെ 3ന്റെ ഇനി അടുത്ത് എന്ത് ചെയ്യാ, അടുത്ത് കട്ട് ചെയ്യാൻ പോവുകയാണ്. 105 21 കട്ട് ചെയ്യാണ്. എന്താണ് 21ന്റെ ഗുണിതാണ് 105. 105ല് 5 21 ഉണ്ട്. അപ്പൊ എന്താ ബാക്കി ഉണ്ടാവുക? 5 ഇൻറ്റു 50. 5 ഇൻറ്റു 50 എത്ര വരിക? 250. 5 ഇൻറ്റു 50 എത്ര വരിക? 250. സാറ് നാലാമത്തെ നാലാമത്തെ ചെയ്തോളൂ കേട്ടോ. നാലാമത്തെ ഇതേപോലെ തന്നെ. നാലാമത്തിന്റെ ആൻസർ 27. 18 ആളുകൾ 30 ദിവസം കൊണ്ട് ഒരു ജോലി വായിക്കുമ്പോ മ്യൂട്ട് ചെയ്യൂ. തീർക്കാൻ എത്ര ആളുകൾ മാഷ അതും ഇതുപോലെ തന്നെ ചെയ്യാ? അതെ. സാറ് അഞ്ചാമത്തെ ചെയ്യട്ടെ? ഇതിന്റെ ആൻസർ 27 ആണോ? 27 ആണോ ആൻസർ? അതെ, അടിപൊളിയാണല്ലോ നിങ്ങള്. സാറ് അഞ്ചാമത്തെ അഞ്ചാമത്തും ചെയ്തോളൂ കേട്ടോ. അഞ്ചും കഴിഞ്ഞു. വെയിറ്റ് ചെയ്യൂ കേട്ടോ. സാറേ ഇതിന് മുന്നോട്ടും പറഞ്ഞു തരാൻ പറ്റുമോ? കുറച്ച് നേരം വൈകി ക്ലാസ്സിൽ കയറാൻ. അത് കഴിഞ്ഞാൽ തന്നെ ഉടനെ റെക്കോർഡിങ് കിട്ടും കേട്ടോ. ഓക്കെ, ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ റെക്കോർഡിങ് ഗ്രൂപ്പിൽ വരും കേട്ടോ. ഓക്കെ. ഇപ്പൊ നാലാമത്തെ നോക്കാം മക്കളെ. 18 ആളുകള് 30 ദിവസം കൊണ്ട് 18 ആളുകള് 30 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കുമെങ്കിൽ 20 ദിവസം കൊണ്ട് ആ ജോലി തീർക്കാൻ എത്ര ആളുകൾ വേണം? 18 people can complete a work in 30 days. How many people are required to complete the work in 20 days? 27. അപ്പൊ എങ്ങനെ കിട്ടത്? എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? 18 × 30/20. 18 ഇൻറ്റു 30/20 അല്ലേ? സാറേ ഓയ്, മുമ്പത്തെ എക്സാമിലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മുമ്പത്തെ എക്സാമിലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് എക്സാം ഇട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ കേട്ടോ. 18 ഇൻറ്റു 30/20 അപ്പൊ എത്ര വരിക? 27. 0 0 കട്ട് ചെയ്യാം അല്ലേ? അപ്പൊ 18 ഇൻറ്റു 3 എത്ര? 54.
54/2. 54/2 എത്ര? 27. സാറേ ഇതിന്റെ ആൻസർ എല്ലാം ഗ്രൂപ്പിലിടുമോ? ആ ഇടൂട്ടോ. സാറേ ഒന്നുകൂടി പറയോ? ആ ഒന്നുമില്ലടാ. 18 എന്താണ് പിന്നെ ആളുകള് എത്ര ദിവസം വേണം? 30 ദിവസം വേണം. ഓക്കെ, 18 ആളുകള് 30 ദിവസം. അപ്പൊ എന്ത് ചെയ്യും? നേരെ 18 × 30 ചെയ്യാം. അതിന് എത്ര ദിവസം കൊണ്ടാ ചെയ്യേണ്ടത്? നേരെ താഴത്ത് കൊടുക്കുക. അപ്പൊ എന്ത് വരും? 18 × 30/20. അപ്പൊ എത്ര വരും? 54/2 27 എന്ന് വരും. സാറേ ആ ഇതിന്റെ ആൻസർ കിട്ടുന്ന പ്രോസസ്സ് എങ്ങനെയാന്നുള്ളത് ഗ്രൂപ്പിൽ വിടുവോ? ഈ 5 ക്വസ്റ്റ്യൻസിന്റെയും. ആ അഞ്ചാമത്തെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കല്? വലിയൊരു ഭയങ്കര ടാസ്ക് ആണത്. അഞ്ചാമത്തെ ആൻസർ എന്ന് പറയുന്നത് അത് 1200 ആണോ? 1200 ആണ്. നോക്കാം. മിനിയും സുമയും. നമ്മുടെ മിനി, നമ്മുടെ സുമ അല്ലേ? നമ്മുടെ മിനി, നമ്മുടെ സുമ അല്ലേ? ആ നമ്മുടെ മിനി അല്ലേ? ആ അപ്പൊ മിനി സുമ. ആ നമ്മുടെ മിനി, നമ്മുടെ സുമ. ഓക്കെ, അതായത് അവര് ഒരു പൈസയെ 5:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചു. എത്രയാണ്? 5:3. 5:3 എന്ന അംശബന്ധത്തിൽ എന്ത് ചെയ്തു? ഭാഗിച്ചു. അത്രയും ക്ലിയർ ആണോ? അപ്പൊ എനിക്ക് ഇതില് മിനിക്കാണോ സുമക്കാണോ കൂടുതൽ കിട്ടിയത്? മിനിക്കല്ലേ? അതെ, മിനിക്കാണോ സുമക്കാണോ കൂടുതൽ കിട്ടിയത്? മിനിക്കാണല്ലേ? ഓക്കെ, എത്ര രൂപ കിട്ടി? 100 രൂപ കൂടുതൽ കിട്ടി. ചേടാ 300 രൂപ അധികം കിട്ടി. 300 രൂപ അധികം കിട്ടി. ഓക്കെ, അപ്പൊ 300 രൂപ അധികം കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആകെ എത്ര ഭാഗം ഉണ്ട് ഇവിടെ? 8 ഭാഗം. ആകെ 8 ഭാഗം. ആകെ 8 ഭാഗം. ആകെ 8 ഭാഗം അല്ലേ? അങ്ങനെ 8 ഭാഗം. 5 + 3 ഓക്കെ അല്ലേ? ആൻസർ എ ആണോ? 5 + 3 8. അത്രയും ക്ലിയർ ആയോ മക്കളെ? അതായത് നമ്മുടെ മിനിക്ക് എത്ര രൂപ അധികം കിട്ടി? 300. എത്ര ഭാഗമാണ് മിനിക്ക് അധികം കിട്ടിയത്? 2 ഭാഗല്ലേ? അപ്പൊ 2 ഭാഗം എന്ന് പറയുന്നത്, 2 ഭാഗം, 2 പാർട്ട് എന്ന് പറയുന്നത് 300 അല്ലേ വരിക? അതായത് 2 ഭാഗം അധികം കിട്ടി. അതായത് 2 പാർട്ട് പറയുമ്പോൾ 300. അപ്പൊ ഒരു പാർട്ട് എത്ര വരിക? 150. ഒരു പാർട്ട് 150 അല്ലേ വരിക? ഒരു പാർട്ട് 150 അല്ലേ? അതെ. അപ്പൊ 8 പാർട്ട് എന്ന് പറയുമ്പോ എത്ര വരിക? 1200. 150 × 8. 8 × 150 എത്ര വരും? 1200. ഓക്കെ, 8 × 150 1200. അടുത്ത് ചെയ്യട്ടെ? ആ ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പ് ഇടുവോ? ആ ഞാൻ കേട്ടോ. ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിന്റെ ഇത്ര ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യുന്നുള്ളൂ. ഇതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു അരമണിക്കൂറിനുള്ളിൽ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. ഒരു വർഷീറ്റ് മോഡൽ ഇട്ട് തരാം കേട്ടോ. അവസാനിക്കൂട്ടോ. നമ്മൾ 5 ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിയ 5 ക്വസ്റ്റ്യൻ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ കൂടെ നിന്നുകൊണ്ട് നേരത്തെ തന്നെ കഴിയാൻ സാധിച്ചു. ഓക്കെ, അപ്പൊ ഏതായാലും ഇത്രയും ഭാഗങ്ങള് ഭംഗിയായിട്ട് ഇപ്പൊ തന്നെ നോട്ട് കംപ്ലീറ്റ് ആക്കണം കേട്ടോ. ഇതിന്റെ സാറേ 150 എങ്ങനെ കിട്ടി? ഒരു ഡാർക്ക് ഫാന്റസിക്ക് 2 ഡാർക്ക് ഫാന്റസിക്ക് 300 റുപ്യാണ് വില, അല്ലെങ്കിൽ 2 ഗാലക്സിക്ക് 300 ആണ് വില മുട്ടായിക്ക്. ഓക്കെ ആണോ? അപ്പൊ ഒരു ഗാലക്സിക്ക് എത്ര കാരം?
150. ഇപ്പൊ ഇവിടെ 150 മനസ്സിലായോ? ഓക്കെ. മനസ്സിലായി സർ. ആ പെട്ട് എന്താണ് പിന്നെ ഗാലക്സിക്ക് എത്ര കാലം വരിക? 120. 150 × 8 അല്ലേ? 1200. 1200 അല്ലേ? സാറേ ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ കേട്ടോ. ഓക്കെ എന്നാ ശരി. അപ്പൊ ഇത്രയും പെട്ടെന്ന് നോക്കട്ടെ എല്ലാവരും. ഓക്കെ ശരി. ക്ലാസ് കഴിഞ്ഞോ? നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം കേട്ടോ. ഓക്കെ ഗുഡ് നൈറ്റ്. കേട്ടോ. താങ്ക് യു കേട്ടോ. ഓക്കെ കഴിഞ്ഞു കേട്ടോ. Thank you, sir. Thank you, sir.